കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപിടിക യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെ ലഹരിക്കെതിരെ മൂന്നുപിടിക ടൗണിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കയ്പമംഗലം പോലീസ് SHO CA ശ്രീജിത്ത് KT ഉദ്ഘാടനം ചെയ്തു. അടുക്കളയിലേക്ക് MDMAയും ആശുപത്രിയിലും എത്തിക്കഴിഞ്ഞു. അതിന് ഈ ദിവസത്തിനെതിരെ പോരാടാൻ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു 10-15 ലക്ഷം രൂപ വില വരുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ 15 ലക്ഷം രൂപയോളം വില വരുന്ന 2.5 കിലോ ആശുപത്രിയിലാണ് ഞങ്ങളുടെ താളമുറിയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചത്. ആ കൂട്ടത്തിലും 2 പ്രായപൂർത്തിയായാണ് അതിൻ്റെ ഒരു 17 വയസ്സുള്ള പയ്യാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മറ്റൊരു വീട്ടിൽ നിന്നും ഇതേപോലെ ലഹരി പിടിച്ചപ്പോൾ അതിൽ കൊണ്ടൊരു 16 വയസ്സുള്ള കുട്ടി. നിങ്ങൾ പിടിക്കുന്ന എല്ലാ ലഹരി കേസുകളിലും 15, 16, 17 വയസ്സും കുട്ടികളിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മളെ കുട്ടികൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നലെ സംഭവത്തിൽ നിങ്ങളുടെ കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പിന്നെ 19ാം വാർഡ് മെമ്പർ ഉൾപ്പെടെയുണ്ടായി വളരെ പോലീസിനോട് സഹകരിക്കുകയും ഞങ്ങൾ സാക്ഷികളാകാൻ ഞാൻ സാക്ഷികളെ കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഞങ്ങൾ വീട് പരിശോധനയ്ക്കെത്തി. 2 പേരെ വിളിച്ചു. വീട് പരിശോധന ഒരു വീടോ കടയോ അല്ലെങ്കിൽ പരിശോധന നടത്തുമ്പോൾ നമുക്ക് സ്വന്തം സാക്ഷികളുമാണ്. ആ വിളിച്ച ആദ്യത്തെ 2 പേരും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപിടിക യൂണിറ്റ് പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റേഷൻ SI KT ജോഷാർ ലഹരിക്കെതിരെ പ്രതിജ്ഞാവാചകം ചൊല്ലി. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിഫ്, ജനറൽ സെക്രട്ടറി MS സദൻ, രാജേഷ്, നജീബ്, റഫീഖ് ചമ്മിണി എന്നിവർ സംസാരിച്ചു. മൂന്നുപിടിക ടൗണിലെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു. ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ഞാൻ ശ്രമിച്ചു. ലഹരിയുക്ത അടുത്തു നിൽക്കുന്നതിനായി എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിക്കെതിരെ ഒരുമിക്കാം ആരോഗ്യകരമായ സമൂഹം.